ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങളുടെ ഹൃദയം ഒരിക്കൽ തകർന്നിട്ടുണ്ടെങ്കിൽ ഇനി അത് വീണ്ടും ചേരുവാനുള്ള സമയമാണ് എന്നാണ് കാണുന്നത്. 3 ആഴ്ച 3 മാസം ഈ ഒരു സമയപരിധിക്കുള്ളിൽ ഒരു പ്രധാന മാറ്റം സംഭവിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരിക്കൽ ഹൃദയത്തോട് വളരെ അടുത്തിരുന്ന ഒരു ബന്ധത്തിൽ ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതിൻ്റെ പേരിൽ ആ ഒരു ബന്ധം അകന്നു പോയിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഫിസിക്കലി അടുത്തുണ്ടെങ്കിൽ പോലും മാനസികമായിട്ടുള്ള അകൽച്ചയും ആകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം വളരെ ആഴത്തിൽ മുറിപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ ആ ഒരു തകർന്ന ഹൃദയങ്ങൾ വീണ്ടും ഒന്നിക്കുന്നതിൻ്റെ ഒരു ഊർജമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചവർ അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിച്ചവർ, നിങ്ങളുടെ ഹൃദയം തകർത്തിട്ട് സ്വന്തം ജീവിതത്തിലേക്ക് പോയ വ്യക്തികൾ, അവർ ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ അവസാന അധ്യായമൊന്നുമല്ല. അവരുടെ സ്ഥാനത്ത് നിങ്ങളെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും നിങ്ങളുടെ മുറിവുകളെ ഹീല് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന പുതിയൊരു ആളിൻ്റെ വരവുമാകാം ഈ ഒരു എനർജി എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ഹൃദയം തകർന്നു പോയ ഇടങ്ങളിൽ വീണ്ടും നിറങ്ങൾ നിറയ്ക്കാൻ തയ്യാറായ നല്ലൊരു സോള് വരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം തകർന്നു പോയി എന്നതിൻ്റെ അർത്ഥം അവിടെ സ്നേഹം അവസാനിച്ചു എന്നല്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ മനോഹരമായ മറ്റൊന്നിൻ്റെ വരവുമായിരിക്കാം. അതുപോലെ മറ്റൊരു ശക്തമായിട്ടുള്ളൊരു സന്ദേശവും ഇവിടെ കാണുന്നുണ്ട്. അതായത് വളരെ കാലമായിട്ട് വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ തമ്മിൽ അകന്നു പോയ ഒരു ദമ്പതികൾ, അവരുടെ കാര്യത്തിലും ഒരു മാറ്റത്തിൻ്റെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതായത് വളരെ നാളായിട്ട് ഉണ്ടായിരുന്ന അകലം കുറയാനും തെറ്റിദ്ധാരണകൾ മാറാനും വീണ്ടും പരസ്പരം അടുത്തു വരാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും ഉള്ള സാധ്യതകൾ ഇവിടെ വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ചില അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടാകാം. അതിലൂടെ ഈ വേർപിരിഞ്ഞ ആ ഒരു ഹൃദയങ്ങൾ വീണ്ടും ഒന്നിക്കാനുള്ള വഴികൾ തുറക്കപ്പെടാം. വേർപിരിഞ്ഞവർ വീണ്ടും കണ്ടുമുട്ടാം. തകർന്ന ബന്ധങ്ങൾക്ക് വീണ്ടും ഒരു അവസരം ലഭിക്കാം. അകന്നുപോയ ഹൃദയങ്ങൾ വീണ്ടും പരസ്പരം അടുക്കാം എന്നിങ്ങനെയുള്ളൊരു എനർജി ഇവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു യൂണിയൻ ഒരിക്കൽ അസാധ്യമായി തോന്നിയിരുന്നെങ്കിൽ പോലും അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ ശക്തമാകുന്നതിൻ്റെ ഒരു എനർജിയാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം ഈ ബന്ധത്തിന് വീണ്ടും ഒരു അവസരം നൽകണേ എന്ന്. ചില വ്യക്തികളെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കാം. അല്ലെങ്കിൽ നല്ലൊരു ജീവിതം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച വ്യക്തികളും ഉണ്ടായിരിക്കാം. ഇവിടെ 2 ടൈപ്പ് ഓഫ് എനർജിയാണ് കാണുന്നത്. അതായത് പുതിയ ഒരു വ്യക്തി വരുന്നതുമാകാം, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്ന എന്നാൽ നിങ്ങളിൽ സ്നേഹമുണ്ട്, അങ്ങനെ അകന്നു പോയൊരു ബന്ധത്തിൽ വീണ്ടും ആ ഒരു ഹൃദയങ്ങൾ ഒന്നിക്കുന്നതുമാകാം. ആ ഒരു രീതിയിലുള്ളൊരു യൂണിയൻ ആണ് ഇവിടെ കാണുന്നത്. അതായത് ഒരു പുതിയ സ്നേഹം ലഭിക്കുന്നത്, ഒരു പുതിയ അനുഭവം ലഭിക്കുന്നത്, വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ഒരു ഹീലിംഗ് ലഭിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് അകന്ന് നിന്നിരുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ള ബന്ധം നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കാം. നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു ബന്ധമായിരിക്കാം. ഒരിക്കൽ വളരെ സ്നേഹത്തോടെ ചേർന്നിരുന്ന എന്നാൽ ചില കാരണങ്ങളാൽ തകർന്നു പോയ ചില ബന്ധങ്ങൾ വീണ്ടും റീബിൽഡ് ചെയ്യാൻ, വീണ്ടും ഒന്നിക്കാനുള്ള ശ്രമമുണ്ടാകും. നിങ്ങളിലും അവർക്കുമിടയിലുണ്ടായ ആ ഒരു പഴയ തെറ്റിദ്ധാരണകൾ മാറ്റിവെച്ച് കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുമുള്ള ഒരു സാധ്യതകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും തകർന്നു പോയ ബന്ധങ്ങൾ വീണ്ടും ചേർക്കാനുള്ള ഒരു ശ്രമമാണ്. ആ ഒരു രീതിയിലുള്ളൊരു സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത്. എന്നാൽ ഇതെല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്നില്ല. ഏകദേശം ഒരു 10 മുതൽ 20% വളരെ ഹെവി കാർമിക് ബന്ധമുള്ളവർക്ക് ഈ ഒരു എനർജി കൂടുതൽ ശക്തമായിട്ട് അനുഭവപ്പെടാം. അത്തരം ബന്ധങ്ങളിൽ പഴയ വേദനകളും വികാരങ്ങളും വീണ്ടും മുന്നിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ചിലർക്ക് മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങളോ ഒക്കെ പഴയതിലും കൂടുതലായിട്ട് ഉണ്ടാകാനുമുള്ള സാധ്യതകളുണ്ട്.
യൂണിവേഴ്സ് ഇവിടെ ചില സോൾസിന് അനുഗ്രഹം നൽകുന്നതായിട്ടും അതേസമയം ചില സോൾസിന് ചില മുന്നറിയിപ്പുകൾ നൽകുന്നതായിട്ടുമാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് റൂട്ട് ചക്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളിലും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളിലൂടെ ഏറെ നാളായിട്ട് വിഷമിച്ചിരുന്ന ചിലരുടെ കാര്യത്തിൽ ഇനി മെച്ചപ്പെടാൻ പോകുന്നു, ചിലരുടെ കാര്യങ്ങൾ മെച്ചപ്പെടാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അതായത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ, പുതിയൊരു ലീഡർഷിപ്പ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഇത്രയും കാലം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചിരുന്നിരിക്കാം ജീവിതം നയിച്ചിരുന്നത്. അതായത് മറ്റുള്ളവരുടെ മൂഡ് എങ്ങനെയാണ്, അവർ സന്തോഷത്തിലാണോ, അവർ ദേഷ്യത്തിലാണോ, ഈ കാര്യം ചെയ്താൽ അവരെന്ത് പ്രതികരിക്കും, അവരെങ്ങനെ എന്നോട് പറയും, ഈ സാഹചര്യത്തിൽ അവരെന്ത് ചിന്തിക്കും, ഇങ്ങനെ മറ്റുള്ളവർ എങ്ങനെ പ്രതികരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിതത്തിൽ തീരുമാനമെടുത്തിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടം നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നയിക്കേണ്ട സമയമല്ല, ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തോന്നുന്നത് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജികളെയും, ആ ഒരു പാസ്റ്റിലുണ്ടായ ആ ഒരു ഓർമ്മകളെയും വേദനകളെയും പഴയ സംഭവങ്ങളെയും ഒക്കെ നിങ്ങൾ വിട്ടുകളയുക. മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കുന്നത് നിങ്ങൾ നിർത്തുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ശക്തിയുണ്ട്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും നിങ്ങൾക്ക് ഒരു വഴികാട്ടിയായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു സന്ദേശം ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്കുള്ള ഒരു മുന്നറിയിപ്പാണെന്ന് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളോട് വളരെയധികം അറ്റാച്ച്മെൻറ്റ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, നിങ്ങളെ വിട്ടുപോകാൻ കഴിയില്ല എന്ന രീതിയിലൊക്കെ അവർ നിങ്ങളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് കാണുന്നത്, നിങ്ങൾ ഇതിനകം ഈ ഒരു വ്യക്തിയെ കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. കാരണം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ ജീവിതത്തിലെ ഗ്രോത്തിനോ അല്ലെങ്കിൽ മുന്നേറ്റത്തിനോ ഒക്കെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ്. അതായത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള എനർജി നിങ്ങളുടെ എനർജിക്ക് നല്ലതല്ല, നിങ്ങളുടെ എനർജിയുമായിട്ട് ചേരുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജികൾ നോക്കുമ്പോൾ ചിലരുടെ ഹാർട്ട് ചക്രയിൽ വലിയൊരു വേദന കാണുന്നുണ്ട്. ആരുടെയോ ഹൃദയം വളരെ ആഴത്തിൽ തകർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു നിസ്സഹായ അവസ്ഥ, അല്ലെങ്കിൽ ഒരു നിരാശ, പ്രതീക്ഷയില്ലായ്മ, വളരെയധികം നിസ്സഹായതയും നിരാശയും അനുഭവിക്കുന്ന ഒരാളെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ എനിക്ക് മറ്റൊരു കാര്യം ഇവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾക്ക് സത്യം അറിയാം, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതും അറിയാം. പക്ഷേ അത് അംഗീകരിക്കാൻ നിങ്ങൾ മനഃപൂർവ്വമായിട്ടും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ചില ആൾക്കാരുടെ കേസാണ്. നിങ്ങളുടെ ഹൃദയം തകർത്ത ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ആ ഒരു വ്യക്തിയുടെ പെരുമാറ്റം നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചു എന്നും നിങ്ങൾക്കറിയാം. എന്നിട്ടും ആ ഒരു സത്യത്തെ കാണാതെ വീണ്ടും അതേ വ്യക്തിയിലേക്ക് പ്രതീക്ഷ വയ്ക്കുന്ന ചില വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ആ ഒരു വ്യക്തി വളരെ കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാകാം. എല്ലാം തൻ്റെ ഇഷ്ടപ്രകാരം നടക്കണം, എല്ലാവരും തൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം, ബന്ധത്തിലെ ആ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ ഫുൾ എനിക്ക് നിലനിർത്തണം, ആ ഒരു ഡോമിനൻസ് ഞാൻ കാണിക്കണം എന്നൊക്കെയുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. ഇത് ചിലപ്പോൾ ഒരു പാർട്ട്ണറാകാം, നിങ്ങളുടെ പാർട്ട്ണറാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി സഹോദരങ്ങളിൽ ആരെങ്കിലും ആയിരിക്കാം. ആ വ്യക്തി ആരായാലും ആ വ്യക്തിയുടെ എനർജി വളരെ ഡോമിനൻസ് ഉള്ളതും അല്ലെങ്കിൽ കൺട്രോളിംഗ് ആയിട്ടുള്ളതുമാണെന്നാണ് കാണുന്നത്. ഇവിടെ വീണ്ടും വീണ്ടും ഹാർട്ട് ചക്രയുടെ കാർഡ്സ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഒരിക്കൽ മാത്രമല്ല, പല തവണ നിങ്ങളുടെ ഹൃദയം തകർന്നതായിട്ടുള്ളൊരു എനർജി ആണ് ഇവിടെ കാണുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളെ പലപ്പോഴും വില കുറച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ടാകാം, നിങ്ങളെ അപമാനിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ ഫീലിങ്സിനെ അവഗണിച്ചിട്ടുണ്ടാകാം. എന്നിട്ടും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു ബന്ധം ശരിയാക്കണം, അല്ലെങ്കിൽ വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാകണം, എല്ലാം ബാലൻസിൽ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഈ വ്യക്തിയെ വീണ്ടും വീണ്ടും നിങ്ങൾ
മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാവരുടെയും കാര്യമല്ല, ചില വ്യക്തികളുടെ കാര്യമാണ്. അവരിപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അതായത് അവർക്കറിയാം ഈ ഒരു ബന്ധം ശരിയാകില്ല, ഇതിലൊന്നും നടക്കുന്നില്ല, എന്നിട്ടും വളരെ ഹെവി കാർമിക് ആയിട്ടുള്ള ബന്ധമാണെന്ന് അവർക്കറിയാം. എന്നിട്ടും അവർ വീണ്ടും വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ എത്ര മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്നും ഒരു സങ്കടവും അല്ലെങ്കിൽ ഒറ്റപ്പെടലും നിരാശയും നിസ്സഹായതയും ഒക്കെ ആയിരിക്കും കൂടുതലും ലഭിക്കുന്നത്. അങ്ങനെയാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ബന്ധത്തെക്കുറിച്ച് സത്യസന്ധമായിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ രീതിയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ ആ ഒരു ശ്രമം നിങ്ങളെ കൂടുതൽ വേദനയിലേക്കും നിരാശയിലേക്കും ഏകാന്തതയിലേക്കുമായിരിക്കും കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾക്ക് മനസ്സിലായ ആ ഒരു സത്യത്തെ നിങ്ങൾ ഇനി അവഗണിക്കരുത്. ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും കുറച്ച് നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങൾ ചെയ്യുക. കാരണം ചില ബന്ധങ്ങൾ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ നല്ലതാണെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോഴായിരിക്കും അത് എത്രത്തോളം വേസ്റ്റ് ആണ് എന്ന് മനസ്സിലാകുന്നത്. അത് നിങ്ങളുടെ സമാധാനത്തെയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ഒക്കെ പതുക്കെ തകർത്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് ഒരു മരത്തെ ചിതൽ അകത്തു നിന്നും തിന്നുന്നത് പോലെ ചില ബന്ധങ്ങളും നമ്മളെ പതിയെ അകത്തു നിന്നും ക്ഷയിപ്പിക്കും. ഒരു വ്യക്തിയുടെ അവഗണനയും അല്ലെങ്കിൽ മോശമായിട്ടുള്ള പെരുമാറ്റവും കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു നല്ല ബന്ധങ്ങൾ പോലും കാണാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയോ അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷനോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി ഗൈഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങളുടെ അങ്ങനെ ഒരു ബന്ധമാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞതുപോലെയുള്ളൊരു റീയൂണിയൻ നിങ്ങളിൽ പോസിബിളാണ്. ആ ഒരു സാധ്യതകൾ ഒരുപാടായിട്ട് കാണുന്നുണ്ട്. 3 മാസം, 3 ആഴ്ച, ഇതിൻ്റെ ഇടയിൽ നിങ്ങളിൽ ഒരു സാഹചര്യം, എന്തെങ്കിലും ഒരു സംഭവങ്ങളോ സാഹചര്യമോ ഉണ്ടാവാം നിങ്ങളുടെ റീയൂണിയന് സാധ്യമാക്കുന്ന രീതിയിലുള്ള. എന്നാൽ നിങ്ങളൊരു കാർമിക് ബന്ധത്തിലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പുറകെ പോകാതിരിക്കുക. കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ വേദനകളെ നൽകുകയുള്ളൂ. കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരുടെ ഇഷ്ടപ്രകാരം ഈ കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ് അവരുടെ സ്വഭാവം. വളരെ ഡോമിനേറ്റിംഗ് പേഴ്സണാലിറ്റി ആയിരിക്കാം. എല്ലാവരും തങ്ങളുടെ രീതിയിൽ തന്നെ പെരുമാറണം, തങ്ങളുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ നല്ലതായിട്ടിരിക്കുകയുള്ളൂ, നല്ല രീതിയിൽ പെരുമാറുകയുള്ളൂ. പക്ഷെ ചെറിയൊരു കാര്യം പോലും അവരുടെ ഇഷ്ടത്തിന് വിരോധമായിട്ട് സംഭവിച്ചാൽ എല്ലാം അവസാനിക്കും. ആ ഒരു സന്തോഷവും സമാധാനവുമൊക്കെ അവസാനിച്ചിട്ട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഇത്തരം ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം വീണ്ടും റീബിൽഡ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആ വ്യക്തിയുടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ആ ഒരു സ്വഭാവത്തെ മനസ്സിലാക്കണം. നിങ്ങൾ ഒരുപാട് നാളായിട്ട് അവഗണിക്കുന്ന, അറിഞ്ഞിട്ടും കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന അവരുടെ ആ ഒരു സ്വഭാവത്തെ നിങ്ങൾ ഒന്നുകൂടി നിരീക്ഷിക്കണം. അതിനെ നിങ്ങൾ കാര്യത്തിലെടുക്കേണ്ട ഒരു സമയമാണ്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണറാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനോ സഹോദരിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ ബ്രദറോ, അങ്ങനെ ആരെങ്കിലും ആകാം. അതായത് നിങ്ങൾക്ക് ഇവരില്ലാതെ ജീവിക്കാൻ കഴിയില്ല പക്ഷേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വ്യക്തിയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന ചിന്ത തന്നെ നിങ്ങളുടെ ഈ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസിയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ അർത്ഥവും ഒരു വ്യക്തിയിൽ മാത്രം ഒതുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒതുക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലോ അല്ലെങ്കിൽ നിങ്ങൾ സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഡിവൈൻ സ്പിരിച്വലി ഗൈഡഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ ആ ഒരു മാറ്റം തീർച്ചയായിട്ടും മുൻപ് പറഞ്ഞ ആ ഒരു സമയപരിധിക്കുള്ളിൽ സംഭവിക്കാം. ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു പ്രധാന മാറ്റത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ കാർമിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ സ്ഥിതി വ്യത്യാസമാണ്. നിങ്ങളെ നിരന്തരം വേദനിപ്പിക്കുന്ന, അപമാനിക്കുന്ന, നിങ്ങൾക്ക് വില നൽകാത്ത, നിങ്ങളുടെ ഫീലിങ്സിന് യാതൊരു വിലയും നൽകാത്ത ഒരാളെ വീണ്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് ജീവിതം മുഴുവൻ അതിനായിട്ട് കാത്തിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കണം.
അതുപോലെ മറ്റൊരു കാര്യം, ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നത് പോലും അവരുടെ ഇഷ്ടപ്രകാരമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോഴ്സായിട്ട് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണോ, നിങ്ങൾ ഫോഴ്സ് ചെയ്തിട്ടാണോ അവർ സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ എത്ര സമയം ചെലവഴിച്ചു എന്ന് ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഒന്ന് ചിന്തിക്കണം. നിങ്ങളുടെ മുൻപിലുള്ള ജീവിതം മുഴുവൻ ഈ ഒരാളെ നേടാനും നഷ്ടപ്പെടുത്താനും വേണ്ടിയാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ചിലപ്പോഴും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ 20 വയസ്സോ അല്ലെങ്കിൽ 30 വയസ്സോ 40, 50, 60 ഒക്കെ ഉള്ള വയസ്സ് ഉള്ളവരായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എത്ര വർഷങ്ങൾ ബാക്കിയുണ്ടെന്ന് നമുക്കറിയില്ല അല്ലേ? പക്ഷേ ആ ബാക്കിയുള്ള ജീവിതവും ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രം ഓർത്ത് ചിന്തിച്ച് കളയണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ആവശ്യമാണ് എനിക്ക് കാണുന്നത് കാർമിക്സിൻ്റെ കേസിൽ. ഞാനിത് വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം, ഇവിടെ ചില വ്യക്തികളുടെ എനർജി കാണുന്നത് ഇവർ വീണ്ടും വീണ്ടും ഈ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്നു, അവർ വരുന്നു, 1-2 ദിവസം സന്തോഷം നിങ്ങൾക്ക് നൽകുന്നു, പിന്നീട് വീണ്ടും അതേ വേദനയും അതേ പ്രശ്നങ്ങളും സെയിം പാറ്റേൺ അങ്ങ് ആവർത്തിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ആ ഒരു പാറ്റേൺ തിരിച്ചറിയേണ്ട ഒരു സമയമാണ്. ആ വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അവരിൽ നിന്നും ഒരു ഡിറ്റാച്ച്മെൻറ്റ് എടുക്കണം, ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് എടുക്കണം. നിങ്ങൾ കാർമിക്സ് പാറ്റേണിൻ്റെ പിന്നാലെ എത്രത്തോളം ഓടുന്നോ അത്രത്തോളം തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ആ ഒരു സമാധാനം നിങ്ങൾക്ക് നഷ്ടപ്പെടാം. അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ആ ബന്ധത്തിനായിട്ട് നിങ്ങളുടെ ആത്മാഭിമാനവും സമാധാനവും മുഴുവൻ നഷ്ടപ്പെടുത്തരുത് എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയാലും ഫ്രണ്ട് ആയാലും നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ബാലൻസ് ആയിരിക്കണം. അതായത് നിങ്ങൾ മാത്രം 100% എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ശ്രമിക്കുകയും ചെയ്യുന്നു, എന്നാലും മറുവശത്തു നിന്നും ഒന്നും വരാതിരിക്കുകയും ചെയ്യുന്ന ബന്ധത്തിൽ വീണ്ടും വീണ്ടും നിങ്ങളെ തന്നെ തകർക്കേണ്ട ആവശ്യമില്ല. ചില ബന്ധങ്ങൾ കുറച്ച് ദൂരത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് നൽകാം. അവർക്ക് ദൂരത്ത് നിന്ന് അവർക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, നല്ലത് മാത്രം ആശംസിക്കാം. പക്ഷേ അതിനായിട്ട് നിങ്ങളുടെ സമാധാനം നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടതില്ല. പ്രത്യേകിച്ച് ചിലർക്ക് ഇവിടെ ഒരു ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണറിൻ്റെ വൈഫിൻ്റെ ഒക്കെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഈ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കേന്ദ്രമാക്കാതെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് കൂടെ നിങ്ങൾ ശ്രദ്ധ നൽകുക. അവിടെയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളുടെ ആ ഒരു ജീവിതയാത്രയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതം നിങ്ങളെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകും. നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ ആ ഒരു ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ന്യൂട്രൽ എനർജി നിലനിർത്തുക. അമിതമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വേണ്ട, അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ വേണ്ട, അമിതമായിട്ട് ആരുടെ പുറകെയും ചേസ് ചെയ്ത് പോകേണ്ടതുമില്ല. അതുപോലെ ഇവിടെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത്, ചിലരുടെ കേസിൽ ഒരു പർട്ടിക്കുലർ കാർമിക് പേഴ്സണ് വേണ്ടിയിട്ട് സ്വന്തം അഭിമാനവും സമയവും എനർജിയും ഒക്കെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും ആ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിലൂടെ അതേ ഇമോഷണൽ സൈക്കിളിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലുള്ള വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഒരു ബന്ധത്തിൽ നിങ്ങൾ നൽകുന്ന എഫേർട്ടിന് തുല്യമായിട്ടുള്ള എഫേർട്ട് മറുവശത്ത് നിന്നും ഉണ്ടാകുമ്പോഴാണ് ആ ഒരു ബന്ധം ആരോഗ്യകരമായിട്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ജേണിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ ഡിവൈൻ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുക. യൂണിവേഴ്സിൻ്റെ കയ്യിൽ നിങ്ങൾ വിട്ടുകൊടുക്കുക. നിങ്ങളെ ഗൈഡ് ചെയ്തോളും. നിങ്ങൾ എല്ലാ ബന്ധങ്ങളിലും വളരെയധികം കൈൻഡായിട്ട് എല്ലാവരോടും പെരുമാറുക. പക്ഷേ നിങ്ങൾക്ക് ബൗണ്ടറീസ് ഉണ്ടായിരിക്കണം. എല്ലാവരോടും സ്നേഹം ഉണ്ടാകണം. പക്ഷേ സ്വയം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള സ്നേഹം ആരോടും ഉണ്ടാവേണ്ട ആവശ്യമില്ല. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.